ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെ 9 മണിക്ക് മന്ത്രി പി രാജീവ് അത്തച്ചമയ പതാക ഉയർത്തും. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്ന്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്? അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 8 മണിയോട് തന്നെ അത്തച്ചമയ ഘോഷയാത്രയുടെ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ തുടക്കമാകും. രാവിലെ 8 മണിയോട് തന്നെ ഇവിടെ എന്തായാലും വലിയ ആഘോഷങ്ങൾക്കുള്ള തുടക്കം തന്നെയാണ് കുറിക്കുക. 9 മണിയോട് തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിനു മുന്നോടിയായി തന്നെ അത്തപ്പതാക ഇവിടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഉയർത്തും. അതിനുശേഷം പിന്നീട് ഫ്ലാഗ് ഓഫ് അടക്കം ചെയ്തതിനു ശേഷം പിന്നീട് ഇവിടെ ഘോഷയാത്ര സംഘടിപ്പിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാകും ഇവിടെ അണിനിരക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ ഈ ഒരു ചമയ ഹാളിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകും. ഏതാണ്ട് 57 കലാരൂപങ്ങൾ, ഡിജിറ്റൽ ദൃശ്യങ്ങളടക്കം 57 കലാരൂപങ്ങളെല്ലാം തന്നെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അവസാനപ്പെട്ട ഒരുക്കത്തിലാണ്. ചമയങ്ങളെല്ലാം തേച്ച് അതിനുള്ള അണിനിരക്കുന്നുള്ള ഒരു തിരക്കിലാണ് കലാകാരന്മാരെല്ലാവരും ഉള്ളത്. നേരത്തെ നമ്മളിവിടെ പുലിക്കളി സംഘത്തെയും അതോടൊപ്പം തന്നെ പടയണി സംഘത്തെ എല്ലാം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് ഇവിടെ മന്ത്രിമാരടക്കം ഇവിടെ എത്തും. മന്ത്രി പി രാജീവാണ് അത്തപ്പതാക ഉയർത്തുക. സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തും. അതിനുശേഷം പിന്നീട് ഹൈബീഡൻ MP ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യും. പിന്നീട് ആഘോഷമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് എന്തായാലും നടക്കുക. നമുക്കറിയാം, മലയാളികളുടെ ഓണത്തിന്റെ വരവറിയിക്കുന്നതാണ് അത്തച്ചമയം ആഘോഷയാത്ര. അതിന്റെ ഭാഗമായുള്ള ചടങ്ങുകളെല്ലാം തന്നെ, ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട്. ഇന്നലെയാണ് ഇവിടെ അത്തപ്പതാക ഇവിടെ എത്തിച്ചത്. അതിനുശേഷമാണ് പിന്നീട് കൊടിമരം നാട്ടി ഇന്നിപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തെയ്യസംഘത്തെയാണ്. പാലക്കാടിലെത്തിയൊരു തെയ്യസംഘമാണ്. എന്തായാലും ചേട്ടൻ, ഞങ്ങൾ മായനൂർ പുഞ്ചമക്കൾ നാടൻകലാ സമിതി. ഏത് നാഗദൈവം ആദ്യമായിട്ടാണോ ഇവിടെ? ഞങ്ങൾ ഇവിടെ തൃപ്പൂണിത്തുറ ആദ്യമായിട്ടാണ്. മുൻപ് നാഗത്തെയ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഏത്? ഇല്ല, ഇവിടെ ഘോഷയാത്രയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് വരാനുള്ള ദൂരം ഇതൊക്കെ കണക്കാക്കിയിട്ട് ഇത്തവണ ഞങ്ങൾ എന്തായാലും എടുത്തതാണ്. ഇന്നലെ രാത്രി എത്തി. കഴിയാറായി. ഇവിടെ ആഘോഷം ആരംഭിക്കാൻ പോവാണ്. ഏകദേശം കഴിയാറായി. ഞങ്ങളുടെ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിൽ എത്തിയ കലാരൂപങ്ങൾ, അവരുടെ കലാകാരന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. സ്മിത, കൃഷ്ണൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, വയനാടിന്റെ ഒരു അതിജീവനത്തിന്റെ ഒരു സമയത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെയും കൂടി ചേർത്ത് പിടിച്ചാണ് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്ര ഉണ്ടാവുക. ഇതിൽ നിന്ന് ഈ ആഘോഷയാത്രയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മിച്ചം വരുന്ന തുക അത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുള്ളൊരു അത്തച്ചമയ ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഇപ്പോൾ 7 മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണമെല്ലാം തന്നെ ഏർപ്പെടുത്തുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മാത്രമല്ല ഇന്ന് പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നാടും നഗരവും ഇപ്പോൾ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ് ഇന്നത്തേത്. ഇത് കേവലം തൃപ്പൂണിത്തുറയോ അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രമല്ല, സംസ്ഥാനത്തെ പല ഇടങ്ങളിൽ നിന്ന് കലാകാരന്മാർ അണിനിരക്കുന്നുണ്ട്. ഇത് കാണാനായി നിരവധി പേരാണ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുക. ഒരു അല്പം ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യം, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഒരുപക്ഷെ ഇന്നും മഴ പെയ്യുമോ എന്ന ആശങ്കയെല്ലാം തന്നെ ഉണ്ട്. എങ്കിലും അതിന്റെ ഒട്ടും തന്നെ വർണ്ണാഭമായ കാഴ്ചകൾക്കോ അല്ലെങ്കിൽ ചടങ്ങുകൾക്കോ പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള ഈ അത്തത് ഘോഷയാത്ര അത് അതിൻ്റെതായ പെരുമയോടുകൂടി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സർക്കാർ എല്ലാം തന്നെ പ്രഖ്യാപിച്ചത് ഇത്തവണ ഓണത്തിന് ആഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ നമുക്കറിയാം, അത്തഘോഷയാത്ര അതിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ ഇന്ന് തൃപ്പൂണിത്തുറയിൽ അരങ്ങേറും. പിന്നീടുള്ള 10 ദിവസം ആഘോഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് വയനാട്ടിലൊപ്പമുള്ളവരെയും ചേർത്ത് പിടിച്ചാണ് ഇത്തവണത്തെ ആഘോഷം നടക്കുക. അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ കൊച്ചി രാജകുടുംബാംഗത്തിൽ നിന്നും അത്തപ്പതാക സ്വീകരിച്ചു. അതിനുശേഷം ഇവിടെ എത്തിച്ചു. പിന്നീട് കൊടിമരം ഈ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാട്ടി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ എല്ലാം തന്നെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ചമയ ഹാളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നിതിൻ, ഈ അത്തച്ചമയ ഘോഷയാത്രയും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത് തൃപ്പൂണിത്തുറയാണെങ്കിലും നിതിൻ സൂചിപ്പിച്ചതുപോലെ അത് തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ഒരു ആഘോഷമല്ല. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നു. അതേപോലെ തന്നെ പല കലാരൂപങ്ങൾ അവിടെ അരങ്ങേറുന്നു. ഒരു ചെറിയ കേരളം, നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു പരിച്ഛേദമെന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് അവിടെ സംഭവിക്കാൻ പോകുന്നത്. സ്പീക്കർ മുഖ്യാതിഥിയായി ഉദ്ഘാടനം ചെയ്യുന്നു. വ്യവസായ മന്ത്രി പതാക ഉയർത്തുന്നു. ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള കലാരൂപങ്ങളാണ് അവിടെയുള്ളത്? ഇന്നത്തെ മുഴുവൻ പരിപാടികളുടെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞാൽ അതെങ്ങനെയാവും? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കൊച്ചു കേരളം ഇന്ന് നമുക്കിവിടെ തൃപ്പൂണിത്തുറയിൽ കാണാൻ പറ്റും. കാരണം തെയ്യം, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള അവരുടേതായ കലാരൂപങ്ങൾ, പുലിക്കളി, തൃശ്ശൂരിൽ നിന്നുള്ള പുലിക്കളി സംഘം എത്തിയിട്ടുണ്ട്, പത്തനംതിട്ടയിൽ നിന്നുള്ള പടയണി സംഘം, അതോടൊപ്പം നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പാലക്കാട് നിന്നുള്ള തെയ്യ സംഘം, അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇതിനകം തന്നെ തൃപ്പൂണിത്തുറയിലെത്തി അവരുടേതായ ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു കൊച്ചു കേരളം രാവിലെ 10 മണിക്കാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുക. പിന്നീട് ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന ഘോഷയാത്ര തൃപ്പൂണിത്തുറയിലെ നഗരവീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് കാണാനായി നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുക. തെയ്യം, അതോടൊപ്പം കാവടിയാട്ടം, പുലിക്കളി അടക്കമുള്ള 57 ദൃശ്യം ഉൾപ്പെടെ 57 ഇനങ്ങൾ എന്തായാലും ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് ഈ പ്ലോട്ടുകളെല്ലാം തന്നെ കുറവ് ഇക്കുറിയുണ്ട്. കാരണം അത്തരത്തിൽ വലിയ ആഘോഷമായി മാറ്റാതെ, പക്ഷേ ഒരു മാറ്റു കുറയ്ക്കാതെ ഈ അത്തച്ചമയ ആഘോഷയാത്ര നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ചില നിയന്ത്രണങ്ങൾ എന്തായാലും ഇത്തവണ ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ഒരു അതിജീവനത്തിന്റെ പാതയിലാണ്. സ്വാഭാവികമായിട്ടും അവരെയും കൂടി ചേർത്ത് പിടിച്ചൊരു ആഘോഷമാകും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ചെലവുകൾ പരമാവധി ചുരുക്കിക്കൊണ്ട് അവശേഷിക്കുന്ന തുക അത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം പിന്നീട് ഹൈബീഡൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷമാണ് പുലികളും അതോടൊപ്പം തന്നെ തെയ്യം അടക്കമുള്ള കലാരൂപങ്ങളും ഇവിടെ ഘോഷയാത്രയുടെ ഭാഗമായി പോവുക. പിന്നീട് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ ഘോഷയാത്ര കഴിയും. പിന്നീട് തൃപ്പൂണിത്തുറയിൽ പല ആഘോഷങ്ങൾ, ഗാനമേള ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, പരിപാടികളെല്ലാം ഇനിയുള്ള ദിവസങ്ങൾ, അങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികളാണ് ഈ തൃപ്പൂണിത്തുറയിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലും സമാനമായ പല ആഘോഷങ്ങൾക്കും ഇന്നത്തെ ഈ ദിവസത്തോടുകൂടി തുടക്കമാകും. അതിന്റെ ഒരു തുടക്ക കേന്ദ്രം നമുക്ക് പറയാൻ സാധിക്കുക തൃപ്പൂണിത്തുറയിലെ ഈ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടിയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെതായ പൊലിമയോടുകൂടി നടത്താൻ എന്തായാലും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വലിയ ആശ്വാസത്തിലാണ് ഈ കലാകാരന്മാരെല്ലാം. നമുക്കറിയാം ഒരു ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം തന്നെ സന്ദേശം നൽകുന്ന ഓണാഘോഷത്തിന് ഈ അത്തച്ചമയം അത് നിയന്ത്രിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഇത്തരം കലാകാരന്മാരെല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നതിനെ. പക്ഷേ ഇത്തവണ അത്തരമൊരു ആശങ്ക ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിന്റെ എല്ലാം തന്നെ ഒരു ആശ്വാസവും പ്രതീക്ഷയും ഇവരുടെ മുഖത്ത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പത്തനംതിട്ടയിലുള്ള പടയണി സംഘമാണ്. അവരുടെ ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ രാവിലെ 10 മണിയോടെ തന്നെ ഈ ഘോഷയാത്രയ്ക്കുള്ള തുടക്കം ഇവിടെ നിന്ന് ഉണ്ടാകും. ക്രിസ്റ്റീന. ശ്രീ തൃപ്പൂണിത്തുറയിലെ അത്തനഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ.